സ്മാക് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. വളരെ കുറച്ച് കാര്യങ്ങളേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിന്ന് തന്നെ എന്ത് ചെയ്യണം, അങ്ങ് പഠിച്ചെടുക്കണേ. ഇന്ന് തന്നെ നമ്മൾ പഠിക്കണം. നാളേക്ക് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രോബ്ലം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു മാട്രിക്സ് കാണിച്ചു തരാം. ഈ പ്രോബ്ലംസിക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ പ്രോബ്ലം കണ്ടിട്ട് പേടിക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്കൊരു മാട്രിക്സ് കാണിച്ചു തരാം. വെയിറ്റ് ണ്ടല്ലോ, ഒരു മാട്രിക്സ് കാണാനില്ലേ? ഈ മാട്രിക്സിന്റെ റോസും കോളംസും ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാണ്. റോയും കോളും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. റോയും കോളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം അല്ലെ. ഈ റോയും ഇവിടെ ഈ ഒരു മാട്രിക്സിന്റെ റോസും കോളംസും ഒക്കെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് മാട്രിക്സ്? നമുക്ക് ഏത് മാട്രിക്സ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ മാട്രിക്സ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ മാട്രിക്സ് ഉണ്ട്. ഈ മാട്രിക്സ് മതി. ഈ മാട്രിക്സ് ഞാനൊന്ന് ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോ ഇത് എ അല്ലേ? അപ്പൊ വീണ്ടും എ കൊടുക്കുന്നത് അത്ര രസമില്ല അല്ലെ. നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യുകയാണല്ലോ, ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ജസ്റ്റ് എന്താണ് ട്രാൻസ്പോസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ റോയും കോളൊക്കെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത്ര മാത്രം മനസ്സിലാക്കി വെക്കൂ. ഓക്കെ, അത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ റോ ഇതിൽ ഫസ്റ്റ് റോ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഞാൻ പറഞ്ഞേ √3 ഉണ്ട്. അപ്പൊ റോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കോളാക്കിയിട്ടാണ് എഴുതാൻ പോണത്. അപ്പൊ √3 2 3 ശരിയായല്ലോ. ഞാൻ ഇത് കറക്റ്റ് അല്ലേ? നോക്കുവോ? ശരി. ഇനി അടുത്ത റോ ഏതാ? 2 ഉണ്ട്. 2 എലമെന്റ്സ് ഏതാന്ന് ചോദിച്ചേട്ടാ. 2 ഉണ്ട്. -1/1.5 പിന്നെ 1. അടുത്തത് ലാസ്റ്റ് ഒരു റോയും കൂടി ഉണ്ടല്ലോ. അതേതാണ്? 3 -1 1. ഇതല്ലേ വരിക? ഇതാണ് വരിക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ എഴുതിയ മാട്രിക്സും നേരത്തെ മാട്രിക്സും പോയി ഇപ്പൊ കിട്ടിയ മാട്രിക്സും നേരത്തെ മാട്രിക്സും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ നമുക്ക് നോക്കി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പത്തെ മാട്രിക്സും നേരത്തെ മാട്രിക്സും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ എന്തെങ്കിലും? എല്ലാ എലമെന്റ്സും നോക്കൂ. ഫസ്റ്റത്തെ എലമെന്റ്സ് √3 ആണ്. വെറും √3 ആണ്, മൈനസ് ഇല്ല. ഇത് √3 തന്നെയാണ്. ഇത് 2 ആ, ഇതും 2, ഇത് 3, ഇത് 3, ഇത് 2, ഇതും 2 അല്ലെ. ഇതും അപ്പൊ എല്ലാ എലിമെന്റ്സും എന്തുതന്നെയായിട്ട് കിട്ടുന്നുണ്ട്, സെയിം ആയിട്ട് വന്നു. എന്ത് ചെയ്തപ്പോ ട്രാൻസ്പോസ് എടുത്തപ്പോ എന്ത് ചെയ്തപ്പോ അതിന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ട്രാൻസ്പോസ് എടുത്തു അല്ലെ. ശരി, അപ്പോ ട്രാൻസ്പോസ് എടുത്തു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ട്രാൻസ്പോസ് എടുത്തപ്പോ എല്ലാ എലമെന്റ്സും എന്തായി, സെയിം ആയിട്ട് വന്നു. അങ്ങനെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എല്ലാ എലമെന്റ്സും സെയിം ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സെയിം ആയിട്ട് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? അങ്ങനെ വരുന്ന സെയിം ആയിട്ട് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? യെസ്, നമ്മുടെ സിമെട്രിക് എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ ഒരു എ എടുത്തു, അത് ഒന്ന് ട്രാൻസ്പോസ് എടുത്തപ്പോ ഈ എയും ട്രാൻസ്പോസും ഈക്വലായി. അപ്പൊ അങ്ങനെ വരുന്നതന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിമെട്രിക് എന്ന് വിളിക്കുക. ഇനി നേരെ മറിച്ച് വേറൊരാളും കൂടി ഉണ്ട്, അതാണ് സ്ക്യൂ സിമെട്രിക്. അപ്പൊ ഇതിലൊരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി ട്രാൻസ്പോസ് ഞാൻ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നെ ഫസ്റ്റ് റോയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് കാര്യം പറയൂ. ഞാൻ അത് കോളാക്കിട്ട് എഴുതാം. ഫസ്റ്റ് കോളാക്കിട്ട് എഴുതാം. ഓക്കെ, കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. 0 E F. ഇനി അടുത്ത റോയിൽ ഏതൊക്കെ ഉണ്ട്? -C 0 G. കറക്റ്റ് ആണല്ലോ, വെരി ഗുഡ്. അടുത്ത റോയിൽ ഏതൊക്കെ ഉണ്ട്? പറഞ്ഞോ, അതന്നെ -F പിന്നെ -G പിന്നെ 0. കറക്റ്റ്
കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാപ്പ് തരാം. ക്ലാപ്പ്. പോയി. എന്തുവാ അത്? തിരിഞ്ഞു വന്നല്ലേ. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സുകളെ നമ്മൾ എന്ത് വിളിച്ചു? സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞു. എന്താണ് വ്യത്യാസം? അങ്ങനെ എന്താണ് ബി ട്രാൻസ്പോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എലമെന്റ്സിന് ചെറിയൊരു മാറ്റം. അതെങ്ങനെ വന്നു? ബി ട്രാൻസ്പോസ് എന്ന് പറയണത് -b ആയിട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് A11 ഈക്വൽ ടു അതിലും എന്തുതന്നെയാണ്? A11 0 തന്നെയാണ്. രണ്ടിലും A11 0 തന്നെയാണ്. A12 എടുക്കുന്ന സമയത്തും ആണ് ഏത് ഫസ്റ്റ് മെട്രിക്സിൽ എന്നുണ്ടെങ്കിൽ ബി ട്രാൻസ്പോസിലെ അതെന്തായിരുന്നു? A12 -EA. അപ്പൊ ഒരു മൈനസിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിമെട്രിക് എന്നല്ല സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എലമെന്റ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെ, പക്ഷെ മൈനസ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എനി സ്ക്വയർ മാട്രിക്സ്. ഞാൻ നോട്ട് 1 ആണ് വായിക്കുന്നത് കേട്ടോ. നോട്ട് 1 ആണ് വായിക്കുന്നത്. ഒരു മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. അതൊരു റിയൽ നമ്മളെ കൊണ്ടേ പോട്ടാ. പോട്ടെ. ഒരു റിയൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സ് എല്ലാം ഒരു മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ മെട്രിക്സ് വെച്ചിട്ട് ട്രാൻസ്പോസ് എടുക്കാൻ പറ്റും അല്ലെ? ആ മെട്രിക്സ് വെച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോസ് നമുക്ക് എടുക്കാം. ഇപ്പൊ എ ഉണ്ടാവും, എയുടെ ട്രാൻസ്പോസ് കൊടുക്കാം, A+A ട്രാൻസ്പോസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സ് എടുത്ത് ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് അത് സിമെട്രിക്കോ ആവണമെന്നില്ല. പക്ഷേ A+A ട്രാൻസ്പോസ് എന്താവും? സിമെട്രിക് ആവാം കേട്ടോ. എപ്പോഴും അതെന്തായിരിക്കും? സിമെട്രിക് ആണ്. ഓക്കെ, ഇനി അതേപോലെ A+A ട്രാൻസ്പോസ് എന്നല്ലേ ഞാൻ പറഞ്ഞേ? A-A ട്രാൻസ്പോസ് അപ്പൊ എന്തായിരിക്കും? വെരി ഗുഡ്, സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, മനസ്സിലാക്കി വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. അപ്പോ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഈസിയാണ് അല്ലേ? എനിക്ക് ഇഷ്ടമായില്ലേ ഈ ചാപ്റ്റർ? ഇനി ഒരു കാര്യം കൂടി, ഒരു എണ്ണം കൂടിയും പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുതരാം. ഒരു മെട്രിക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് ആണ്. എ എടുത്തു എന്ന് വിചാരിക്കുക. അതിനെ ദ സം ഓഫ് എ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, A+A ട്രാൻസ്പോസ് സിമെട്രിക് ആണ്. വെറും A+A ട്രാൻസ്പോസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തും കൂടി ചേർത്ത് കൊടുക്കുക, ഹാഫ് A+A ട്രാൻസ്പോസ് എടുത്തിട്ട് വെക്കാം. അപ്പൊ അതും എന്തെന്നെയായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതെന്തെന്നെയായിരിക്കും? സിമെട്രിക് തന്നെയാണ്. ഒരു ഹാഫ് കൂടി കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ സിമെട്രിക് മാത്രമാണോ? ദ സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, എ ആണ് എടുത്തു. എക്സ്പ്രസ് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആവുന്നത് ഞാൻ എന്ത് ചെയ്തു? എ സിമെട്രിക് അല്ലാത്തത് കൊണ്ട് A+A ട്രാൻസ്പോസ് എടുക്കാം. ഒരു ഹാഫും കൂടി ഇൻറ്റു ചെയ്തു. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പം തന്നെ ഹാഫ് ഓഫ് A-A ട്രാൻസ്പോസ്. ഓക്കെ, ഇതും കൂടി ചെയ്യണം. അപ്പോ ആൻസർ എന്താ വരികയെന്ന് അറിയോ? ഏതന്നെ കിട്ടും? നിങ്ങൾ നോക്കി നോക്കൂ. ഹാഫ് ഓഫ് A+A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് A-A ട്രാൻസ്പോസ് എന്ന് പറയണത് A ആയിരിക്കും. നിങ്ങൾക്ക് ഏത് മെട്രിക്സ് വെച്ചിട്ട് വേണമെങ്കിലും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്തേ വരുള്ളൂ? നമ്മുടെ ആൻസർ സെയിം രീതിയിൽ തന്നെ വരുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒരു മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, എ ആണത്. അതിൽ എ കാണുന്നുണ്ടാവില്ല, അപ്പൊ ശരിക്കര ഇപ്പൊ ഓക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ശരിയാക്കിര. റെഡി. നോക്കിയേ, എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ.
എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്ത സിമെട്രിക് ആണ് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പക്ഷേ നമുക്ക് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പ്രൂവ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പൊ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എ എടുക്കുക അല്ലെ. എ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളൂ, എ ട്രാൻസ്പോസ് ആവശ്യമുണ്ട് അല്ലെ. പ്ലസ് ചെയ്യണമെങ്കിൽ എ ട്രാൻസ്പോസ് കൊണ്ട് പ്ലസ് ചെയ്യാനല്ലേ പറഞ്ഞേ. അപ്പൊ അതിന്റെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഇൻ എ കോളം എ, സോറി മെട്രിക്സ് എ. അപ്പൊ മെട്രിക്സ് എയിലെ കോളംസും റോയ്സും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ റോ ആദ്യം കൺസിഡർ ചെയ്തിട്ട് കോൾ ആക്കിയാൽ മതി. ആ റോനെ കോൾ ആക്കുക, റോയിലുള്ള എല്ലാ എലമെന്റ്സും കോൾ ആക്കിയിട്ട് എഴുതുക. ഇതിലെ എലമെന്റ്സ് ഏതാ, 5, 6 അല്ലേ, അത് കോൾ ആയിട്ട് എഴുതുക. അങ്ങനെ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇത് സെക്ഷൻ ഭയങ്കര ഈസിയാണ്. പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ പഠിച്ചത് നമ്മള്. അപ്പൊ പിന്നെ ഈ സെക്ഷൻ ഭയങ്കര ഈസിയാണ്. ഇനി നമ്മൾ പ്ലസ് ചെയ്താൽ മതി. അപ്പൊ പ്ലസ് ചെയ്യുമ്പോ നമുക്ക് എന്താ കിട്ടുക, യെസ്, എന്താ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 2 + 2, 2 + 2 എന്താ 4. അടുത്തത് 4 + 5, 4 + 5 കറസ്പോണ്ടിങ് എലമെന്റ്സ് അല്ലെ, ഓർഡർ നോക്കിയിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് പ്ലസ് ചെയ്യാൻ. അപ്പൊ എന്താ വരിക, 4 + 5 9. അടുത്തത് 5 + 4 അതും എന്തെന്നെയാണ് 9. 6 + 6 12. ശരിയാണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പോസ് ഒക്കെ എടുത്ത് നോക്കുക. ട്രാൻസ്പോസ് എടുത്താലും എന്ത് തന്നെ വരും, ഈ എലമെന്റ്സ് തന്നെ വരും. ഏത് എലമെന്റ്സ്, എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ വരും. വന്നുവല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി, ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു, വാക്കാലെ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ച കാര്യം കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, അങ്ങ് പ്രൂവ് ചെയ്തു. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായി, സിമെട്രിക് ആയിരിക്കും, ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ്, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ നോക്കിക്കോ. നിങ്ങൾക്ക് ചെയ്തു നോക്കാം, ഹോംവർക്ക് ഒക്കെ ആക്കിയിട്ട്. എന്നിട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ളത് പറയാ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആയി എന്നുള്ളത് കമന്റ് ചെയ്യാ കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നും കൂടി നോക്കാം, ഒന്നും കൂടി ഒന്ന് മാറ്റി പിടിച്ചു. ഫൈൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ് ചോദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചോദ്യം കൂടി ഉണ്ട്, സമ്മ്. ഇപ്പൊ ഒരു എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലെ. സ്ക്വയർ മെട്രിക്സ് ആണ് എന്ന് പറയാൻ കാരണം എന്താ, അതിന്റെ ഓർഡർ സെയിം ആണ്. 2/2 മെട്രിക്സ് ആണ്. 2ഉം m-ഉം n-ഉം സെയിം ആണ് അല്ലെ, ഈക്വൽ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട, അതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എയും എ ട്രാൻസ്പോസും കൂടി കൂട്ടണം. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3. അപ്പൊ 3 + 3 6. അടുത്തത് 4ഉം 5ഉം, 4 + 5 9. അടുത്തത് 5ഉം 4ഉം, അതും 9. 6 6 12. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ വരിക, 3 ഉണ്ട് ഇവിടെ, ഇത് 3. അപ്പൊ എന്താ വരിക, മൈനസ് ചെയ്യുമ്പോൾ 0. 4 - 5 -1. 5 - 4 1. 6 - 6 0. ട്രാൻസ്പോസ് എടുക്കാൻ അറിയാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പം ഈ റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റോയിലുള്ള എലമെന്റ്സിനെ കോൾ ആക്കിയിട്ട് എഴുതുക, ഈ റോയിലുള്ള എലമെന്റ്സിനെ കോൾ ആക്കിയിട്ട് എഴുതുക. അത്രേ ഉള്ളൂ, അത് ട്രാൻസ്പോസ്. അതുകൊണ്ടാണ് സാർ ഞാൻ എന്ത് ചെയ്യാന്നിരുന്നേ, പറയാതിരുന്നേ കേട്ടോ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്നത് കിട്ടും എപ്പോ, സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുള്ള മെട്രിക്സുകൾ സം ചെയ്യുന്ന സമയത്ത്. അപ്പൊ സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും ഒക്കെ ആവുന്ന കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എപ്പോഴാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാ എ പ്ലസ് എ ട്രാൻസ്പോസ് നോക്കിയാൽ മതി. ഇത് സിമെട്രിക് ആണ്, കാരണം അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും, എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടും. എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്തത് എന്താണ്, സ്ക്യൂ സിമെട്രിക് ആയിട്ട് കിട്ടും. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഹാഫും കൂടി ഇൻഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെന്നെ കിട്ടും, എ കിട്ടും. ഇപ്പോഴും എന്തുതന്നെയാണ്, ഇത് സിമെട്രിക് തന്നെയാണ്, ഇത് സ്ക്യൂ സിമെട്രിക് തന്നെയാണ്, മാറ്റമൊന്നും വരില്ല. ഒരു ഹാഫും കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, എ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. എക്സാമിന് എന്തേ ചോദിക്കുള്ളൂ, എക്സ്പ്രസ് എ ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം,
പഠിച്ചു വെക്കണം. ഇനി ഇക്വേഷൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് തരാം. ഓക്കൂ, രണ്ടിലും ഹാഫ് ഉണ്ടല്ലോ. ഞാൻ ഹാഫിനെ കോമൺ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഹാഫിനെ ഞാൻ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ എന്താ വരിക? എ പ്ലസ് എ ട്രാൻസ്പോസ് ബാക്കി ഉണ്ടാവും. ഇവിടെയോ പ്ലസ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഉണ്ടാവും. ഓക്കെ, സോറി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് കേട്ടോ. അപ്പൊ ഇത് മൈനസ് ആക്കണേ. എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസും എന്തായി? ക്യാൻസൽ ചെയ്യും. അപ്പൊ 2a ഒരു ഹാഫും കൂടി ഇല്ലേ? ഹാഫ് 2 ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുള്ളൂ? എ. അപ്പൊ കറക്റ്റ് ആണ്. ഇതാണ് മാത്തമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്തപ്പോ, ഓൾജിബ്രിക്കലി നമ്മൾ പ്രൂവ് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് എന്താണ് മെട്രിക്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുമോ? മെട്രിക്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ. മെട്രിക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ നോക്കാം. അപ്പൊ ആദ്യം എനിക്ക് എ അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? എയുടെ പ്ലേസിൽ എയുടെ വാല്യൂ കൊടുക്കുക. എ ട്രാൻസ്പോസും നമുക്ക് അറിയുന്ന കാര്യമാണ്. എ ട്രാൻസ്പോസും കൊടുത്തു. ഓക്കെ, എ ട്രാൻസ്പോസ് അല്ല, എ പ്ലസ് എ ട്രാൻസ്പോസും എ മൈനസ് ആണിത്. മൈനസ് ആണേ, തെറ്റിക്കരുത്. മൈനസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൈനസ് ആണ് കേട്ടോ. ഇതാ മൈനസ് ആണ്. ഇതിനൊന്ന് ഹാഫും കൂടി കൊടുത്തു എന്നുള്ളൂ. അപ്പോ ആ രീതിയിൽ ഇതിലിപ്പോ ഹാഫ് കൊടുക്കരുത്. ഞാൻ കാണിച്ചതാണ്. ഇവിടെ എ മൈനസ് ആണ് എന്നിട്ടാ ഇതിപ്പോ പ്ലസ് ആയതാണ്, ശ്രദ്ധിക്കണേ. അപ്പൊ ഇത് എ പ്ലസ് എ ട്രാൻസ്പോസും ഇത് എ മൈനസ് എ ട്രാൻസ്പോസും. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് ഇവിടെ ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലസ് ചെയ്യണം. കണ്ടോ, ഇത് പ്ലസ് അല്ലേ? അപ്പൊ പ്ലസ് ചെയ്യാം. ശരിയായല്ലോ, പ്ലസ് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും ചെയ്യാലില്ല, പ്ലസ് ചെയ്യാം. അപ്പൊ ഈ എലമെന്റ്സ് ഓരോന്നായിട്ട് എലമെന്റ് പ്ലസ് ചെയ്യാം. അപ്പൊ 6 + 0 6, അതുപോലെ 9 + -1 8, അതുപോലെ 9 + 1 10, 12 + 0 12. ഇനി ഇതിനെ ഹാഫും കൂടിയും ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ ഹാഫ് ചെയ്യാം. 6/2 ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് കിട്ടുക. 8/2 ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ് കിട്ടുക. 10/2 ചെയ്ത് കഴിഞ്ഞാൽ 5 അല്ലേ? 12/2 ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. ആൻസർ എനോട് സെയിം ആയിട്ട് കിട്ടും. ഒന്ന് നോക്കിയാലോ, എനോട് സെയിം എന്നല്ലേ? നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ വന്നാലോ? 3 4 5 6 കറക്റ്റ് ആണല്ലോ. അത് എ തന്നെയാണ് കേട്ടോ. എ തന്നെ കിട്ടും. ശരി, ഇനി നോക്കുക. അടുത്തത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ നോക്കി, എ ഈസ് ഒരു മെട്രിക്സ് ആണ്. എ ഈസ് ഒരു മെട്രിക്സ് ആണ്. A is both symmetric and skew symmetric. A എന്ത് ചെയ്തു? മെട്രിക്സ് എന്ന് പറയുന്ന എ ഒരു മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞു. അത് സിമെട്രിക്കും ആണ്, സ്ക്യൂ സിമെട്രിക്കും ആണ്. അപ്പൊ നമ്മൾ ഏതൊരു മെട്രിക്സ് എടുത്താലും അത് സ്കിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആവും. അങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഏതാണ്? ഏത് മെട്രിക്സ് എടുത്താലും സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും, എപ്പോഴും അത് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും ആയിരിക്കും. അപ്പൊ ഡയഗണൽ മെട്രിക്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ അത് ശരിയാവില്ല. ഇനി സ്ക്വയർ മെട്രിക്സ് അല്ലാതും എന്താണ്? സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആണോ? അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോ അങ്ങനെ ആയി കിട്ടിയോ? എല്ലാതും എല്ലാം ഏതെടുത്താലും ഇത്. അപ്പൊ എവിടേക്ക് പോണതാ? ഇതെടുത്തു. സിമെട്രിക്കും സിമെട്രിക്കും ആണോ? അത് അല്ല. ഇപ്പോഴും അത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്തത് സ്കേലാർ മെട്രിക്സ് അങ്ങനെ ആവണമെന്നുണ്ടോ? എന്താ സ്കേലാർ മെട്രിക്സ് അങ്ങനെ ആവോ? ഇല്ല, അതും നിർബന്ധമില്ല. പക്ഷേ സീറോ മെട്രിക്സ് എപ്പോഴും എന്ത് ചെയ്യണം എന്നുണ്ട്? എപ്പോഴും എന്താവാം? അത് സിമെട്രിക്കും ആയിരിക്കും, സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ സീറോ മെട്രിക്സ് എന്നാണ്. സീറോ മെട്രിക്സ്. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പൊ ഈ ഒരു റോയിനെ എന്ത് ചെയ്യണം? കോൾ ആക്കിയിട്ട് എഴുതണം. അപ്പൊ പറഞ്ഞോ ഏതൊക്കെ എലമെന്റ്സ് വരും? 1, പിന്നെ 4, പിന്നെ -1. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഇനി അടുത്ത റോ എടുക്കുകയാണ്. അടുത്ത റോയില് 2 ഉണ്ട്, പിന്നെ പറഞ്ഞോ 5, പിന്നെ 4. അപ്പൊ 2ഉം 4ഉം 2ഉം 5ഉം 4 എഴുതി.
കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ റോ ഉള്ളത് സെക്കൻഡ് കോൾ ആക്കിയിട്ട് എഴുതി, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് -1 -6 3. അപ്പൊ ആ ഒരു റോയിനെ നമ്മൾ എന്ത് ചെയ്തു, കോളമാക്കി എഴുതി. അത്രയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ല. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, A plus A ട്രാൻസ്പോസ് പ്ലസ് ചെയ്ത് വയ്ക്കുന്നു അല്ലെ. ഓരോ എലമെന്റും പ്ലസ് ചെയ്യും. അപ്പൊ 1 ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, അത് 2 ആണ്. ശരിയാണല്ലോ, 2 വന്നു. ഇനി 1 2 6 -1 -1 -2 2 4 6 5 5 10 4 -6 -2 -1 -1 -2 -6 4. അത് പ്ലസ് ചെയ്യാനുള്ളത് കൊണ്ട് വലിയ പ്രശ്നം വരില്ല, സെയിം തന്നെ വരുള്ളൂ. അപ്പൊ -2 ഇനി 3 പ്ലസ് ചെയ്യുമ്പോൾ 6. ശരിയായല്ലോ. അപ്പൊ ഈ രീതിയിലാണ് പോയിട്ടുള്ളത്. ഇനി ഇതേപോലെ നമുക്ക് മൈനസ് ചെയ്യണം. അവിടെ ഹാഫ് ഉണ്ട്, ഹാഫിന്റെ കാര്യം മറക്കണ്ട. അപ്പൊ ഹാഫിനെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടാൽ മതി കേട്ടോ. നമുക്ക് ഓപ്പറേഷൻ ഉള്ളിൽ ചെയ്യാം, ഹാഫിനെ പുറത്തേക്ക് ഇടാലോ, രണ്ടിലും കോമൺ അല്ലേ. അപ്പൊ അങ്ങനെ ഇനി ഇവിടെ നോക്കുമ്പോഴും ഈ 1 മൈനസ് ചെയ്യുന്നു, 4 2 മൈനസ് ചെയ്യുന്നു, ആൻസർ 2 ആണ് കിട്ടുന്നത്. ശരിയാണോ നോക്കുക കേട്ടോ. -1 -1 ആണ്. അപ്പൊ എന്താ വരുള്ളൂ, -1 -1 എന്താവും, അത് പ്ലസ് ആവും അല്ലെ. കണ്ടോ, ഒന്നുകൂടി നോക്കണോ, പറഞ്ഞുതരാം. ഓക്കെ, -1 എന്താവും, +1 = 0 അല്ലേ വരിക. അപ്പൊ 0. ഓക്കെ, ഇനി അടുത്തത് 2 4 മൈനസ് ചെയ്യുമ്പോ 2 -4 -2 അല്ലേ, -2. അങ്ങനെ അടുത്തത് 5 0 ആണ്, 4 -6. അപ്പൊ 4 -6 ആൻസർ എന്താ വരിക, 10. കാരണം -ഉം പ്ലസ് ആയിട്ട് 10 കിട്ടും. അടുത്തത് -1 +1 എന്ന് വരും അല്ലെ. അപ്പൊ അത് 0 അല്ലേ. -6 -4 ഉം പ്ലസ് ആയിട്ട് വലുതിന്റെ സൈന്. അപ്പൊ -6 ആണ് വലുത്, അപ്പൊ അതിന്റെ സൈന് മൈനസ് ആയിരുന്നു. അപ്പൊ -10 എന്ന് വരും. ഇനി അടുത്തത് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. നിങ്ങൾ നോക്കൂ നിങ്ങൾ ചെയ്തിട്ട്. നിങ്ങൾ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലല്ല ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കുള്ളൂ അല്ലേ. അപ്പൊ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുള്ള മാട്രിക്സുകളുടെ സമ്മ് എപ്പോഴും ആ ഒരു സ്ക്വയർ മാട്രിക്സ് തന്നെ, സെയിം സ്ക്വയർ മാട്രിക്സ് തന്നെ നമുക്ക് കിട്ടും, പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോ ഇവിടെ ഈ ഇപ്പൊ തന്നിട്ടുള്ള ആളുകളെ ഈ മെട്രിക്സുകൾ ഒന്ന് പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ പ്ലസ് ചെയ്ത് കിട്ടുന്നത് ഇതാണ്. ഇതിനെ ഇനി എന്ത് ചെയ്യും കൂടി വേണം, ഹാഫും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആരെന്നെ കിട്ടും, A തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് K സച്ച് ദാറ്റ് ദ മെട്രിക്സ് വന്നിട്ടുണ്ട്, അത് സിമെട്രിക് ആവണം. സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്ത് വേണം, കെയുടെ വാല്യൂ ഞാൻ വിചാരിക്കുകയാണ് 1 ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ 1 ഉണ്ട് ഇവിടെ, ഞാൻ 1 ആണെന്ന് വിചാരിക്കും. ഇവിടെയും -1 ആണ്, ഇതും 1 ആണ്. ഇത് ഞാൻ A ആണെന്ന് വിചാരിച്ചു. അപ്പൊ A ട്രാൻസ്പോസ് എടുത്താൽ എന്താ വരിക, A ട്രാൻസ്പോസ് ഈക്വൽ ടു 1. ഈ റോയിനെ കോളാക്കിട്ട് എഴുതുമ്പോൾ 1 പിന്നെ ഇതിനെ കോളാക്കിട്ട് എഴുതുമ്പോൾ -1 അപ്പൊ അതൊരു സിമെട്രിക് അല്ല, സ്ക്യൂ സിമെട്രിക് ആയി അല്ലെ. ഇതേപോലെ എല്ലാ വാല്യൂസും നമ്മൾ കൊടുത്തു നോക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 0 ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കും. A = 0, K = 0 കൊടുക്കുമ്പോൾ 1 0 0 1. ഇതിനി ട്രാൻസ്പോസ് എടുത്താലും A ട്രാൻസ്പോസ് എടുത്താലും 1 0 0 1 തന്നെ എഴുതാം. അപ്പോൾ എയും A ട്രാൻസ്പോസും ഈക്വൽ ആവുന്നു, അപ്പോഴാണ് സിമെട്രിക് ആവുക. അപ്പൊ നമുക്ക് ഓപ്ഷൻ A ആണ് അതിന്റെ ആൻസർ, 0. ഓക്കെ, ലാസ്റ്റത്തെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ്, ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും.